വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. UK സർവകലാശാലകളിൽ പഠിക്കുന്ന പൗരന്മാർക്കുള്ള ധനസഹായം വെട്ടിച്ചുരുക്കി UAE. UK ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പിടിയിലാവുമെന്ന ഭയമാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് UAEയെ നയിച്ചത് എന്നാണ് സൂചന. മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത ബ്രിട്ടന്റെ തീരുമാനത്തെ അബുദാബി ആവർത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സാന്ദ്ര എ ഷാജി ചേരുന്നു. സാന്ദ്ര, പറയൂ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്? രോഹിണി, കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം തീവ്രവാദത്തിനെതിരെ ഒരു നടപടി കൂടി എടുത്തിരിക്കുകയാണ് അബുദാബി എന്ന് പറയുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന നടപടി നമുക്ക് കിട്ടുന്ന വാർത്തകളനുസരിച്ച്, വിവരങ്ങളനുസരിച്ച് UK പഠിക്കുന്ന അബുദാബിയിൽ നിന്നും UK പോയി പഠിക്കുന്ന അവിടുത്തെ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഗവേഷണത്തിനായിട്ടും പഠനത്തിനായി നൽകുന്ന തുക അല്ലെങ്കിൽ സഹായം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് അബുദാബി. അതിൻ്റെ കാരണമായി പറയുന്നത്, അവിടുന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ച് അബുദാബിയിലെ കുട്ടികളെ തീവ്രവാദികളാക്കി മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അബുദാബി ഇത്തരത്തിലേക്കൊരു നയത്തിലേക്ക് കടന്നിരിക്കുന്നത്. UK ക്യാമ്പസുകളിൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് അതിശക്തമായ പ്രാധാന്യമുണ്ടെന്നും അവിടെ അവരുടെ വളർച്ച വളരെ വലുതാണെന്നും UK പഠിക്കാനെത്തുന്ന കുട്ടികളെ മുസ്ലിം തീവ്രവാദികളാക്കി മാറ്റുന്നു എന്നും ആരോപിച്ചാണ് അബുദാബി ഇത്തരത്തിലുള്ള നയത്തിലേക്ക് കടന്നിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം തന്നെയാണ് മുസ്ലിം തീവ്രവാദത്തിനെതിരെ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജൂണിൽ തന്നെ, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 2025 ജൂണിൽ തന്നെ അബുദാബിയുടെ വിദ്യാഭ്യാസ മന്ത്രാലയം അവർ സഹായധനം നൽകേണ്ട രാജ്യങ്ങളുടെ പട്ടിക പുറത്തിറക്കിയിരുന്നു. US, ഓസ്ട്രേലിയ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പട്ടികയിൽ ഇടം നേടിയപ്പോൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു രാജ്യമായി ബ്രിട്ടൻ മാറിയിരുന്നു. അന്ന് അതിനെതിരെ ചെറിയ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അല്ലെങ്കിൽ വിഷയങ്ങളൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിലും അബുദാബി അവരുടെ നിലപാട് ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു. 2011 തൊട്ട് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, അബുദാബിയുടെ അകത്തും പുറത്തുമുള്ള മത തീവ്രവാദ വിഷയങ്ങൾക്ക് എതിരെ ശക്തമായി പ്രതിഷേധിച്ച ഒരു രാജ്യമായിരുന്നു അബുദാബി എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ ഭാരതത്തെ സപ്പോർട്ട് ചെയ്ത ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അബുദാബി. അപ്പോൾ എന്നും കൃത്യമായി മുസ്ലിം തീവ്രവാദത്തിനെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്ന രാജ്യമായിരുന്നു അബുദാബി. അവരത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇതിനു മുന്നേയും അബുദാബി കൃത്യമായി ബ്രിട്ടന്റെ അടുത്ത് മുസ്ലിം തീവ്രവാദത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. മുസ്ലിം ബ്രദർഹുഡ് എന്ന തീവ്രവാദ സംഘടനയെ നിരോധിക്കണം എന്ന തരത്തിലും നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ബ്രിട്ടൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് നടപടികൾ കടുപ്പിക്കാനായി അബുദാബി തീരുമാനിച്ചിരിക്കുന്നത്. രോഹിണി, ശരി, സാന്ദ്ര എ ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്.